കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയതയുള്ളൊരു നാടാണ് പാലക്കാട്. ഏത് നാട്? പാലക്കാട്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പം മറ്റുള്ളവരെക്കാൾ ശബ്ദം ആർക്കാണ് ഉണ്ടാവേണ്ടത്? പാലക്കാടുകാർക്കാണ്. അതുകൊണ്ട് ഇപ്പം പ്രോഗ്രാം കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ പറ്റും. ആ ശബ്ദമല്ല കേൾക്കേണ്ടത്, നമുക്ക് സത്സംഗ സമയത്ത് കേൾക്കണം ശബ്ദം. ഇപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശബ്ദം പാലക്കാടിനുണ്ടാവണം. കാരണം പാലക്കാട് ആധ്യാത്മികമായി മറ്റ് ഡിസ്ട്രിക്റ്റുകളേക്കാൾ ഉറക്കെ പറയൂ. എഴുത്തച്ഛൻ എവിടെയാ സമാധി ചെയ്ത് അറിയൂ നിങ്ങൾക്ക്? എവിടെയാ? അറിയുന്നവരെത്ര പേരുണ്ട്? എഴുത്തച്ഛൻ്റെ സമാധി എവിടെയാണെന്നറിയോ? എഴുത്തച്ഛൻ ആരാ? ഭാഷാപിതാവ്, അധ്യാത്മരാമായണം രചിച്ച ആ മഹാത്മാവിൻ്റെ സമാധി എവിടെയാ? അറിയുന്നവരെത്ര പേരുണ്ട്? അയ്യേ, ഞാൻ ഇത്രയും പറഞ്ഞൊക്കെ നാണം കേടായോ? എഴുത്തച്ഛൻ്റെ സമാധി സ്ഥലം എവിടെയാ? പാറപ്പുറത്തോ? തുഞ്ചൻപറമ്പിലല്ല, ചിറ്റൂരിലാണ്. ആണോ? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? പാലക്കാട് ജില്ലയില്ലേ? ആണോ? ഇനി എത്ര ആളുകളുടെ പേര് പറയണം? ഇത്രയൊക്കെ നോക്കൂ. കേരളം ഏതൊരു ഭാഷാപിതാവിൻ്റെ ജന്മം കൊണ്ട് സഫലമായി അദ്ദേഹം സമാധിസ്ഥനായത് പറയുന്നത് അദ്ദേഹം ഹരിനാമകീർത്തനൊക്കെ ചിറ്റൂർ വെച്ച് എഴുതിയെന്നാണ് പറയണത്. അപ്പോൾ നോക്കൂ, വലിയ മനോഹരമായ കൃതികളൊക്കെ രചിച്ച് ഈ പാലക്കാട് ജില്ലയിൽ ഇരുന്നിട്ടാണ്. അപ്പം അത്രയും മഹാന്മാരുടെ ജന്മം കൊണ്ടും തപസ് കൊണ്ടും പവിത്രമായ സ്ഥലമാണ് ഏത്? അപ്പം ശബ്ദം കുറച്ചുകൂടി കൂടുതൽ വേണ്ടേ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വളരെ സന്തോഷം, ഇത് പറഞ്ഞപ്പോഴേ ശബ്ദം ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഈ സ്വയംഭൂമന് തപസ് ചെയ്തതും വരാഹരൂപം വന്നതും, ആ വരാഹരൂപം പോയി ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ സ്ഥാനത്ത് നടത്തിയെന്നാണ് ഒരു കഥ. അപ്പം നമുക്കറിയാം, ഈ ഭൂമിയെ എടുത്തു കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല. പറ്റുമോ? ഭൂമി എടുത്തു കൊണ്ടുപോയി എന്നൊക്കെ കഥ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയും ഇതിലും വലിയ തള്ളൽ വേറുണ്ട്. കാരണം പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ആ തള്ളൽ കുറച്ച് കുറഞ്ഞത്. മറ്റ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തള്ളലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള തള്ളലൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാവില്ല. ഈ കഥകളൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം അതൊക്കെ ഇമ്പോസിബിളാണ്. ഒരു അസുരൻ വന്ന് ഭൂമി അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ അതിന് എന്തെടുക്കണം? തത്വം എടുക്കണം. വാസ്തവത്തിൽ ഇതൊരു താത്വികമായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഭൂമി എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൂമിക, മനസ്സ് എന്നാണ് അർത്ഥം. ഭൂമി എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് പറയണം, മനസ്സിനെ അസുരൻ അപഹരിച്ചു എന്നാണ്. അപ്പം ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏതോ ഒരു അസുരൻ അപഹരിച്ചു എന്നല്ല, അസുരൻ. ആ വാക്ക് തന്നെ അസുവിൽ രമിക്കുന്നവൻ. അസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ എന്നാണ് അർത്ഥം. എന്താണ്? ഇപ്പം തൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ ആ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് മനസ്സ് ക്രമേണ അപഹരിക്കപ്പെടുന്നു. ഇപ്പം നോക്കൂ, ലഹരിയിലേക്ക് താല്പര്യം വന്നാൽ അവസാനം മനസ്സ് ലഹരിക്ക് അടിമപ്പെടും. ഉണ്ടോ? മനസ്സ് അപഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അസുരൻ മനസ്സിനെ അപഹരിച്ചു പറഞ്ഞാൽ എന്താർത്ഥം? ഭൂമി അപഹരിച്ചു പറഞ്ഞാൽ എന്താർത്ഥം? അസുരൻ ഭൂമിയെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ഇന്നത്തെ കാലത്ത് എന്താണ്? പലതരത്തിലുള്ള മനുഷ്യ മനസ്സിനുള്ള സ്വാർത്ഥ സുഖങ്ങൾ മനസ്സിനെ അടിമകളാക്കുന്നു. മനസ്സിനെ എന്താക്കി? അടിമകളാക്കി. അപ്പം മനുഷ്യൻ ലഹരി എന്ന സ്വാർത്ഥ സുഖത്തിൻ്റെ പിന്നാലെ പോയാൽ ആ സ്വാർത്ഥ സുഖത്തിൽ അവർക്ക് പറയൂ മനസ്സടിമയാവോ? മൊബൈൽ എന്ന് പറയുന്നൊരു സ്വാർത്ഥ സുഖത്തിൽ ഒതുങ്ങി നിന്നാൽ കുറേ കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൻ്റെ സുഖങ്ങളിൽ, അതിൽ കിട്ടുന്ന സുഖങ്ങളിൽ മനസ്സെന്താവും? അവർക്ക് പറയൂ അടിമയാവും. ഇന്നിപ്പോൾ ആ അടിമത്വം കൂടി വരികയാണോ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ? ആണോ അല്ലയോ? അവിടെയാണ് വരാഹ അവതാരം. വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞവരാഹം എന്നാണ് അർത്ഥം. എന്താണ്? അതായത് ഒരു കുരുങ്ങിക്കിടക്കുന്ന ഒരാളുടെ മനസ്സിനെ, തളർന്നു കിടക്കുന്ന ഒരാളുടെ മനസ്സിനെ, അവശ്യമായി കിടക്കുന്നൊരു മനസ്സിനെ, അടിമയായി കിടക്കുന്നൊരു മനസ്സിനെ, അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു മനസ്സിനെ ഇൻഡിവിജ്വലി ദേ കനോട്ട് അപ്ലിഫ്റ്റ്. വ്യക്തികൾക്ക് മാത്രം ഉയർത്താൻ പറ്റില്ല. അതിനെന്ത് വേണം?
ഒരു യജ്ഞം വേണം, കൂട്ടായ്മ വേണം. യജ്ഞം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വം, സഹകരണം, കോപ്പറേറ്റീവ് എൻഡവർ, ഒരു കലക്റ്റീവ് എൻഡവർ, ഒരു പാരസ്പരികതയാണ് സഹയജ്ഞം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് ദുർബല മനസ്സിനെയും എന്തു ചെയ്യാൻ പറ്റും? അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ഏതേത് സ്ഥലങ്ങളിൽ വരുന്നോ അതാത് നാടുകളിൽ ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ വെച്ച് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരണം. വേണ്ടേ? വേണ്ടയോ? ഞാൻ നമ്മുടെ ശ്യാംജിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2026 2025 ഡേറ്റ് ഇല്ല, കംപ്ലീറ്റ് ഫുള്ളായതുകൊണ്ട് ഡേറ്റ് നിർത്തിയില്ല. 26 ഒരു 10,008 പേര് ഒന്നിച്ചിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാലക്കാടിനെ നമുക്കൊരുക്കണമെന്ന്. എത്ര പേര്? അപ്പം നിങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങി വയ്ക്കുക. ഒരു 10,008 പേര് ഒന്നിച്ചിരുന്ന് ലളിതാ സഹസ്രനാമ ജപം. അതുപോലെ മൈതാനത്തിൽ, കോട്ട മൈതാനം പോലുള്ള വലിയ സ്ഥലത്ത്, ഇവിടെ ഒന്നും പറ്റില്ല, നമുക്കതിനുള്ള എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സൗകര്യമൊക്കെ. അപ്പം നേരത്തെ ഞാൻ എന്തായാലും അതിന് ഡേറ്റ് തീരുമാനിച്ച് വെച്ചിരിക്കും, ഞാൻ വന്നിരിക്കും. ഒരു ഗംഭീരമായിട്ട് വേണ്ടയോ? അവർക്ക് പറയൂ. അപ്പം നമ്മളിപ്പോഴേ അതിനുള്ള ഒരുക്കം തുടങ്ങണം, നിങ്ങളെല്ലാവരും. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ അങ്ങനെ കൊണ്ടുവരുമുണ്ടല്ലോ, ഇതിൻ്റെ ഒരു നാമലഹരിയിലേക്ക് വരുമ്പോൾ മറ്റുള്ള ലഹരിയോടുള്ള അഡിക്ഷൻ ക്രമേണ ഇപ്പം നോക്കൂ, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭജന പാടുന്നു, പ്രഭാഷണം കേൾക്കുന്നു, നിങ്ങൾക്ക് മൊബൈൽ നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ആണോ അല്ലയോ? അപ്പം ഞാനൊക്കെ നമ്മുടെയൊക്കെ ജീവിതം നോക്കൂ. ഞാൻ സത്യം പറയല്ലോ, ടി വി കാണാറില്ല. എനിക്ക് ടി വി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല, കാണാൻ സമയവും ഇല്ല. തീരെ കാണാൻ ഒരുപാട് എന്താ പറയുക, അതിൽ ഇൻട്രസ്റ്റ് വരില്ല. അരെ ഇതിൻ്റെ ഒരു ലഹരി കയറി വേറൊന്നിൻ്റെ ലഹരിയിലേക്ക് മനസ്സൊരിക്കലും പോവില്ല എന്ന് പറയാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഈ എമ്പുരാൻ എന്നുള്ളൊരു പടം ഇറങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സ്വാമിജി കമൻ്റ് എഴുതണം. ഞാനാണ് യാത്രയിലാണ്, എന്ത് എമ്പുരാൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടതിൻ്റെയൊക്കെ റിവ്യൂ തരൂ. റിവ്യൂ കണ്ടിട്ട് ഞാൻ സിനിമയെക്കുറിച്ച് എഴുതുകയാണ്. എനിക്ക് അത്രയും പറ്റുള്ളൂ, സാധാരണ എനിക്ക് അതിൽ സൗകര്യമുള്ളൂ. അപ്പോൾ നോക്കൂ, നമുക്ക് കാണാതെ തന്നെ നമുക്ക് ഓരോ സീനുകൾ ഓരോരുത്തരിങ്ങനെ പറയും, ഇതിന്നതാണ് സീൻ, ഇത് കേട്ടിട്ട് നമ്മൾ കണ്ട പോലെ. അപ്പം നമുക്ക് കാണേണ്ട കാര്യമില്ല, മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ നമുക്കും അത് കണ്ടൊരു അനുഭവം വരുത്താൻ പറ്റുമെന്ന് പറയാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് കുറേ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്, അതായത് ഒന്നിനോട് ലഹരി വന്നാൽ മറ്റൊന്നിനോടുള്ള ലഹരി ഉറക്കെ പറയൂ കുറയും. അപ്പം നമുക്ക് അങ്ങനെ ഒരു തുടക്കം വേണം. അപ്പോൾ എന്താണ്? വരാഹം അവതരിച്ച് ഭൂമിയെ ഉയർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത്? ഒരു കൂട്ടായ്മയിലൂടെ പലതിലും അടിമപ്പെട്ട മനസ്സിനെ ഒന്നിച്ച് ഉറക്കെ പറയൂ ഉയർത്തുന്നതിൻ്റെ പേരാണ് വരാഹ അവതാരം. ഈ പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ വരുന്നു. പന്നിക്കൊരു പ്രത്യേകത ഉണ്ട്, ഏത് വൃത്തികേടുള്ള സ്ഥലത്തിനെയും വൃത്തിയാക്കി വയ്ക്കും. പഴയ സ്കാവഞ്ചറാണ് പന്നി. പഴയ കാലത്ത് ടോയ്ലറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് ഈ പന്നികളൊക്കെ ആയിരുന്നു അല്ലേ? ഏറ്റവും പഴയ കാലത്ത് ആണോ? ഇപ്പോഴും തമിഴ്നാട്ടിലെ പല ഭാഗത്തൊക്കെ പോയാൽ അങ്ങനെ തന്നെയൊക്കെ കാണുന്നത്, ആണോ അല്ലയോ? ഇപ്പോഴും അവർ സ്വച്ഛ് ഭാരതിലേക്കൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെ നോക്കൂ, നിങ്ങൾ വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു പന്നിക്കാണെങ്കിൽ ഒരു മാലിന്യവും അതിനെ ബാധിക്കില്ല. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹവർത്തിത്വത്തിലൂടെ ഏത് മാലിന്യം നിറഞ്ഞ മനസ്സിനെയും മാലിന്യത്തിൽ നിന്നും ദുർബലതയിൽ നിന്നും ഒക്കെ പറയൂ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആരും കൊള്ളരുതാത്തവരില്ല, ആരും മോശക്കാരല്ല. മോശക്കാർ നമ്മളാണ്. എന്താ മോശം എന്ന് അറിയോ? മറ്റുള്ളവരെ ഉയർത്താൻ നമ്മൾ കാര്യമായി ഒന്നും ഉറക്കെ പറയൂ നമ്മൾ കുറ്റം പറയുകയാണ്. സമൂഹത്തെ കുറ്റം പറയുന്നതിന് മുമ്പ് സമൂഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, വാട്ട് ഐ ഡിഡ് ഫോർ മൈ സൊസൈറ്റി, അല്ലേ? എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമല്ലേ? പണ്ടുള്ളവർ പറയില്ലേ, ഒരാളുടെ നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ ആരുടെ നേരെയാ? തൻ്റെ നേരെയാണ്. അപ്പം നമ്മുടെ കർത്തവ്യം, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ധർമ്മമാണ് എല്ലാവരോടും കൂടി ചേർന്ന് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന്
അവരെ കൂടി കൈപിടിച്ച് ഉയർത്തുക. എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്പലങ്ങളൊക്കെ ഒന്ന് വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെയും അല്ലെങ്കിൽ രാവിലെയൊക്കെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വേദിയായാൽ ഒരു വലിയ മാറ്റം നമ്മുടെ ഹിന്ദുക്കളിലുണ്ടാവും. ഒരു വലിയ മാറ്റം മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിലേക്ക് നമ്മൾ ഇപ്പോഴേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയരും. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളൊരു വലിയ ഒരു കേന്ദ്രങ്ങളാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കുട്ടികളൊക്കെ വരുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് കാണാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിറങ്ങിയിട്ട് ഹാഫ് നിക്കറൂട്ടിട്ട് ഡാൻസ് കളിക്കുന്നൊരു പെണ്ണ്. നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ വേദികൾ ഇതുപോലുള്ള ഈ പഴയ കാബറി ഡാൻസുകൾ എന്നൊക്കെ പറയുന്ന പോലെ പെൺകുട്ടികളുടെ ഹാഫ് ഡ്രസ്സൊക്കെ ഇട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ രീതിയിലുള്ളൊരു സ്ഥലങ്ങളാക്കിയിട്ട് പല സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും, ഇത് അമ്പലം തന്നെയാണോ എന്ന്, വല്ല ബാറാണോ എന്നുള്ളത്. കാണുന്നുണ്ടോ നിങ്ങളൊക്കെ എങ്ങനെയുള്ളത്? ആരെങ്കിലുമൊക്കെ അയച്ചു തരുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? മനസ്സിലായില്ലേ? എന്ത് നമ്മുടെ നോക്കൂ, ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇതൊക്കെ എവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പം നാളെ നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്നു എന്താണ്, എന്ത് തോന്നിവാസവും കളിക്കാൻ പറ്റുന്നൊരു വേദിയായിട്ട് ഹൈക്കോടതിയൊക്കെ പറഞ്ഞ് കേട്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് തോന്നിയ രാഷ്ട്രീയ ഗാനം പാടാനുള്ളതല്ല അമ്പലം എന്നുള്ളത്. വായിച്ചില്ലേ പത്രത്തിൽ? അപ്പോൾ ഈ തോന്നിവാസം ചെയ്തുകൊണ്ടല്ലേ ഇതൊക്കെ പറയേണ്ടി വന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? പമ്പയാറ് പിറക്കുന്നു ഹിമവൻ ഗംഗയാറ് പിറക്കുന്നു ഹിമയൻഗിരിയിൽ പഴയ കാലത്തെ കീർത്തന പാട്ടുകളൊക്കെ പാടിയിരുന്നു. ഇപ്പോൾ പുഷ്പനെ കണ്ടു നോക്കിയ പാട്ട്, പുഷ്പനെ അറിയുമോ എന്നൊക്കെ പറഞ്ഞു. എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത് നോക്കൂ നിങ്ങൾ ക്ഷേത്രത്തിൽ. മനസ്സിലായില്ലേ? അപ്പം ഇത്തരം ആളുകളൊക്കെ മാറണമെങ്കിൽ, ഇവരെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ നമുക്ക് നാമജപത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉറക്കെ പറയൂ കൊണ്ടുവരണം. നിങ്ങളോടൊക്കെ എനിക്ക് കൈകൂപ്പിയുള്ള അപേക്ഷ ഇതാണ്, നമ്മളൊന്നും അടങ്ങിയിരിക്കരുത്. ഒരു മരണമേ ഉള്ളൂ. ആ മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുഖം മറച്ചുകൊണ്ട് മരിക്കില്ല, മുഖം നേർക്ക് നേരെ വെച്ചുകൊണ്ട് പറയണം, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ യാത്ര പൂർണ്ണമാക്കുന്നത്. മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് എൻ്റെ യാത്ര എന്നുള്ള ധീരതയോട് ആ മരണത്തിനെ നമുക്ക് നോക്കാൻ പറ്റണം. വേണോ വേണ്ടയോ? എന്താ ഒന്നും മിണ്ടാത്തത്? പലരൊന്ന് കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് മരിക്കുക. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? കുടുംബത്തിന് വേണ്ടി ജീവിച്ച അവസാനം കുടുംബം കൂടെ ഇല്ല, ആരോഗ്യത്തിന് വേണ്ടി ജീവിച്ച ആരോഗ്യവും ഇല്ല, നല്ലതൊന്നും ചെയ്തിട്ടുമില്ല, എന്നിട്ടിരുന്ന് കരയാണ്. കുടുംബമുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ആരോഗ്യമുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നല്ലത് ചെയ്തു വെച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ നോക്കൂ, ഭീഷ്മ പിതാമഹൻ ശരശയിൽ കടന്നുകൊണ്ടാണ് യുധിഷ്ഠിരന് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തത്. ആണോ? ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ പഠിപ്പിക്കുന്നവരുടെ കൂടെ, നല്ലവരുടെ കൂടെ കൂടിച്ചേർന്നാൽ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും. ഉറക്കെ പറയൂ, കല്ലിനുമുണ്ടൊരു സൗരഭ്യം. എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ അതിനൊരു സുഗന്ധമുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്, അതിനൊരു ആത്മീയതയുണ്ട്. വേണോ വേണ്ടേ ഇതൊക്കെ? അങ്ങനെ എത്ര ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ട്? ക്ഷേത്രങ്ങളിലൊക്കെ പോയി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ എത്ര പേര് വ്യാപൃതരാണെന്ന് കൈപൊക്കൂ. ആകെ 5-6 ആൾക്കാരുണ്ട്. ഇത് പാലക്കാട് തന്നെയാണല്ലേ? നോക്കൂ, നിങ്ങൾ എത്ര സ്വാർത്ഥതയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളെത്ര സ്വാർത്ഥന്മാരായിട്ട് അങ്ങനെ ജീവിക്കുന്നു. ഇനിയൊരു മാറ്റം വരുത്താൻ എത്ര പേര് തയ്യാറാണ്? എത്ര പേര് തയ്യാറാണ്? ഞാനൊന്ന് അതിനു വേണ്ടി ശ്രമിക്കും എന്ന് പറയാൻ എത്ര പേരുണ്ട്? ഞാൻ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരാണ് ഏറ്റവും തന്നെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ നല്ലതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ എന്താണ്, നിങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്നാണ്. ആരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം? തൊഴുതു പോകുന്നവരെയല്ല, മറ്റുള്ളവർക്ക് പോലും പ്രചോദനം നൽകുന്ന, മറ്റുള്ളവരെ കൊണ്ട് നാമം ജപിപ്പിക്കുന്ന ആളുകളെയാണത്രേ സാധാരണ ഭക്തരേക്കാൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ വരികളല്ല, ഭഗവാന്റെ വരികളാണ്. അധ്യക്ഷതേ ചൈമം ഗുഹ്യം സംവാദം മാവയോ. ഹേ അർജുന, ഞാനും നീയും പരസ്പരം ചെയ്ത ഈ സംവാദത്തെ, അധ്യക്ഷതയെ ആരാണോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, അവർ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാൽ മേ മതി എന്നാണ്. ആരാണോ അങ്ങനെ പഠിപ്പിക്കുന്നത് അവരെനിക്ക് പരമപ്രിയരാണ്, അവരെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. മനസ്സിലാവുണ്ടല്ലോ? ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറണം. വേണ്ടേ? വേണോ വേണ്ടയോ? എല്ലാവരും ഒന്ന് പ്രതിജ്ഞ ചെയ്യുക, ഞാൻ എൻ്റെ സംസ്കൃതിക്ക് വേണ്ടി,
ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിപ്പുറപ്പെടും, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാ മനസ്സുകളെയും നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇതാണ് വരാഹ അവതാരം. അല്ലാതെ ഒരു ഭൂമി എടുത്ത് ഉയർത്തിയെന്നൊന്നും അങ്ങനെയുള്ള കഥകളൊന്നും പഠിക്കരുത്. കാരണം അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഭാഗവത്തിൽ അത് എഴുതി വെച്ചത്. ഭൂമൻ എന്ന വാക്കിന് തന്നെ അർത്ഥം, ഭൂമൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്തുന്നവനാണ്. ഭട്ടതിരിപ്പാട് 2 സ്ഥലത്ത് ഭൂമൻ എന്നുള്ള വാക്കുപയോഗിക്കും. നാരായണീയം പരിചയമുള്ളവരല്ലേ കൂടുതലും. നാരായണീയത്തിൽ 1-ാം ദശകത്തിൽ 3-ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയും, 1-ാം ദശകത്തിൽ 3-ാം ശ്ലോകം ഏതാണത്? 4-ാം ശ്ലോകം ഏതാണ്? നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹൂതദാത്മാ കസ്മാനോ നിഷ്കളസ്ത്വം സകളൈതി വജ ത്വൽക്കലാസേവഭൂമൻ. ഈ ഭഗവാനെ അവിടെ വർണ്ണിക്കുന്ന അങ്ങനെ ഭൂമൻ, എല്ലാ സത്വഗുണങ്ങളുള്ള മനസ്സിനെ ഉണർത്തുന്ന ഈ പരമ പൂർണ്ണസ്വരൂപനായ ഭഗവാനെ, അതാണ് ഭൂമൻ. ഭൂമൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ളവനെ ഞങ്ങൾ നമിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഭട്ടതിരിപ്പാട് പറയും, ഭൂമൻ കായേന വാചാം മുഹുരഭി മനസാ തുൽബല പ്രേരിതാത്മാം യദ്യത് കുർവേ സമസ്തം തദിഹപരതരേ ത്വയ്യസൗ അർപ്പയാമി ജാത്യാപീഹസ്വഭാഗത്വയി നിഖില മനഃകർമ്മവാഗിന്ദ്രിയാർത്ഥ. 92-ാം ദശകത്തിൽ 2-ാം ശ്ലോകമാണ് ഞാൻ ചൊല്ലുന്നത്. അമ്മമാർ പുസ്തകം എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും 91-ൽ 2-ാം ശ്ലോകം. ഭൂമൻ കായേന വാചാ മുഹുരഭി മനസാ തുൽബല പ്രേരിതാത്മാം യദ്യത് കുർവേ സമസ്തം ത്വയ്യസോ അർപ്പയാമി ജാത്യാപീഹസ്വഭാഗത്വയി നിഖില മനഃകർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു നിഖില മന ത്വൽപദൽ വിപ്രവര്യ തുടങ്ങിയിട്ടുള്ള വരികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും പൂർണ്ണസ്വരൂപനായിട്ടിരുന്ന്, ആത്മസ്വരൂപനായിട്ടിരുന്ന്, ബോധസ്വരൂപനായിട്ടിരുന്ന് ഒരു കൂട്ടായ്മയിലൂടെ ആര് നിരന്തരം പ്രയത്നിക്കുന്നുണ്ടോ ആ മനസ്സുകളെയൊക്കെ ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് ഉണർത്തും, ഉയർത്തും, ഉജ്ജ്വലമാക്കും. എല്ലാവരും തേജസ്വികളായി മാറേണ്ടവരാണ്, എല്ലാവരും കരുത്തരായി മാറേണ്ടവരാണ്. ഈ കരുത്തെപ്പോഴാണ് കിട്ടുക? കത്തിക്കെപ്പോഴാണ് മൂർച്ച കിട്ടുക? മുഖത്തിട്ട് ഉരയ്ക്കുമ്പോഴാണോ? കത്തിക്കെപ്പോഴാണ് മൂർച്ച കിട്ടുക? അത് കല്ലിലിട്ട് നല്ലവണ്ണം ഉരയ്ക്കണം. വേണോ വേണ്ടയോ? ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മിയുണ്ടെങ്കിൽ എന്തു ചെയ്യും? അമ്മിയിലൊക്കെ ഇട്ട് കത്തി നല്ലവണ്ണം ഒന്ന് വരയ്ക്കുമ്പം അതിന് നല്ല മൂർച്ച വരുന്നത് പോലെ നാമത്തിലിട്ട് മനസ്സിനെ ഉരച്ചാൽ മനോബലം കിട്ടും. എവിടെ ഇട്ട് ഉരയ്ക്കണം എന്ന് വെച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ബുക്ക് എടുത്തിട്ട് തലയിലിട്ടിട്ട് ഉരച്ചാൽ വരില്ല. അത് മനസ്സിലായില്ലേ? എങ്ങനെ നാമത്തിലിട്ട് മനസ്സിനെ ഉരയ്ക്കുക? ലളിതാ സഹസ്രനാമത്തിൻ്റെ പുസ്തകം എടുത്തിട്ട് തലയിലിട്ട് ചൊറിഞ്ഞാൽ കിട്ടുമോ? അതിനെന്ത് വേണം? ഒന്നിച്ച് ഒരുമിച്ച് എല്ലാവരും കൂടെ എന്ത് ചെയ്യണം? നാമം ചൊല്ലണം. പാലക്കാട് ജില്ലയൊന്ന് മാറ്റിയെടുക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെയൊക്കെ ഒരു നാമജപത്തിൻ്റെ യജ്ഞം തുടങ്ങാൻ തയ്യാറാണോ? എത്ര പേര് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരുണ്ട്? അപ്പം നമുക്ക് എളുപ്പമാണ്, കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ചൊല്ലുന്നുണ്ട്. ഒരു അമ്പലത്തിൽ പോയി കുറച്ച് പേര് ഒന്നിച്ച് ചൊല്ലുമ്പോൾ അതിലൂടെ ഒരു 10 പേര് വരും, അതിലൂടെ വീണ്ടും ഒരു 10 പേര് വരും. പല മനോവിഷമമുള്ളവരും അതിൽ പങ്കെടുക്കുമ്പോൾ ആ മനസ്സുകൾക്ക് ആ വിഷമത്തിൽ നിന്ന് ഉയരാൻ അതൊരു അവസരം ഒരുക്കുന്നുവെങ്കിൽ എത്രയോ ആത്മഹത്യ ചെയ്യാൻ ആ തലത്തിലെത്തുന്ന മനസ്സുകളെ നമുക്ക് ഉയർത്തിക്കൂടെ? പറയൂ നിങ്ങൾ, ഉയർത്തിക്കൂടെ? അവനവൻ്റെ സ്വാർത്ഥതയിൽ അവനവൻ്റെ വീടിനകത്ത് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി ചൊല്ലുന്നതാണോ, ഒരു ക്ഷേത്രത്തിലിരുന്ന് ചൊല്ലുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഉറക്കെ പറയൂ. ക്ഷേത്രത്തിലിരുന്ന് ചൊല്ലുന്നതാണ്. ഒരു കാര്യം ഞാൻ പറയാം,
പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലുണ്ടല്ലോ, മറ്റ് ജില്ലകളെ പോലെയല്ല. ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കുറച്ച് കുറവാണ്. ക്ഷേത്രങ്ങളിൽ ഒരു കൾച്ചറുണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിൽ ഒരു ക്ഷേത്ര ഭാരവാഹികളും എതിർപ്പ് പറയുന്നത് തോന്നില്ല. മനസ്സിലായില്ലേ? മറ്റു പല സ്ഥലങ്ങളിലും എന്തെങ്കിലും തുടങ്ങാൻ അമ്മമാർ മുന്നോട്ട് പോയാൽ കമ്മിറ്റിക്കാർ എതിർക്കും. ഇവിടെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ? ഒരുവിധ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ളവരുടെ ഒരു നാടാണ് ഇത്. ആണോ അല്ലയോ? ആണോ? പക്ഷെ ഒരുപാട് പണം, നമ്മുടെ പണം പൂരത്തിൻ്റെ പേരിൽ വെടിക്കെട്ടിനായിട്ടും മറ്റ് പലതിനായിട്ടും ചോർന്നു പോകുമ്പോൾ ഒരു വശത്ത് ആത്മീയത താഴെയും ബാക്കിയുള്ള ആഘോഷങ്ങൾ അവർക്ക് പറയൂ മേലെയും ആയതുകൊണ്ട് കാര്യമില്ല. ആഘോഷങ്ങളൊക്കെ നിന്നോട്ടെ, അത് വൃത്തികേടിലേക്ക് പോരും. നേരത്തെ പറഞ്ഞ ഈ ഫിനിക്കറിട്ടുള്ള ഒരു പരിപാടികളൊക്കെ സമ്മതിക്കരുത്. ക്ഷേത്രത്തിൻ്റെ കലകളും ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടോ? പൂർവികരായിട്ട് തന്നെ അനവധി കലകൾ നമുക്ക് തന്നിട്ടുണ്ട്. മര്യാദയുള്ള കലകൾ ഉണ്ടോ? അന്തസ്സുള്ള കലകൾ ആണോ? അതിൻ്റെയൊക്കെ അന്തസ്സ് കളയാൻ നമ്മൾ ആരെയും സമ്മതിക്കരുത്. അതിനൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കണം. വേണോ വേണ്ടയോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? പലപ്പോഴും ഹിന്ദുവിൻ്റെ നിശബ്ദതയാണ് ഹിന്ദു സമൂഹത്തിൽ തന്നെയുള്ള ചില രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ ഹിന്ദു സംസ്കാരത്തെ താറടിക്കുന്ന വിധത്തിൽ, താഴ്ത്തിക്കെട്ടുന്ന വിധത്തിൽ, അതിന് അപജയം വരുത്തുന്ന വിധത്തിൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത്. നാം ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കും ഇത്തരം വൃത്തികേടുകൾ ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള കരുത്ത്, ഊർജം, ശക്തി അത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം സപ്താഹങ്ങൾ ചെയ്യുന്നത്. പറയാനുള്ള ആർജവമുണ്ടാകും. ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, നമുക്ക് രാഷ്ട്രീയമില്ല ഇക്കാര്യത്തിൽ. നമ്മളൊരു രാഷ്ട്രീയത്തിനും എതിരല്ല. എല്ലാ രാഷ്ട്രീയത്തിലും നല്ല മനസ്സുള്ളവരുണ്ട്, എല്ലാ രാഷ്ട്രീയത്തിലും ചില കുനുട്ട് ഉണ്ടാവില്ലേ? എന്താ അങ്ങനെയല്ലേ? അതുകൊണ്ട് ഒരു രാഷ്ട്രീയവും നല്ലതെന്നും ഒരു രാഷ്ട്രീയം മോശമല്ല. എല്ലാവരും വേണം ഇവിടെ, എല്ലാ രാഷ്ട്രീയവും വേണം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ മനസ്സുകളെയും ഉയർത്തലാണ്, കരുത്തുള്ളവരാക്കലാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്താഹങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം സ്വായംഭൂമനും ശതരൂപാദേവിയും ഇവിടെ താമസമാക്കി. അവർക്ക് 5 മക്കളുണ്ടായി. ഈ 5 മക്കളിൽ മൂത്തവളായിരുന്നു അവരുടെ പേരായിരുന്നു ദേവഹൂതി. 5 മക്കളുടെ പേരിങ്ങനെയാണ്: ദേവഹൂതി, പ്രസൂതി, ആകൂതി, പിന്നെ 2 ആൺമക്കളും ഉത്താനപാദൻ, പ്രിയവ്രതൻ. ഇങ്ങനെ 5 പേര്. അതിൽ ദേവഹൂതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമല്ലോ. കഴിപ്പിച്ചു കൊടുത്തത് കർദമ പ്രജാപതിക്കാണ്. ആർക്കാണ്? ആ കർദമ പ്രജാപതി വളരെ തപസ്യായിരുന്നു. ആ തപസ്യയെ അദ്ദേഹത്തിൻ്റെ കൂടെ ദേവഹൂതി തപസ്സിനിയായിട്ട് അങ്ങോട്ട് കൂടി. അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് പാവം ദേഹം പോലും മറന്നു. ഒരു ദിവസം കർദമൻ നോക്കുന്നുണ്ട്, ഭാര്യ എക്സ്റേ എടുക്കേണ്ട കാര്യമില്ല പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രമാത്രം എല്ലുകളൊക്കെ കാണാൻ പറ്റുന്ന കോലത്തിലാണ് ഭാര്യ. തൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ ശരീരമൊക്കെ ശോഷിച്ചു പോയി, പാവം ആരോഗ്യമൊക്കെ പോയി എന്നൊക്കെ കണ്ട കർദമൻ പറഞ്ഞു, ദേവി ക്ഷമിക്കണം, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യുന്ന ദേവിക്ക് എന്ത് സേവനമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു അമ്മയാവണമെന്ന്. നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട്, ഗർഭിണി സ്വതവേ ദുർബല, അതിൻ്റെ കൂടെ ഗർഭിണിയും കൂടിയുള്ള അവസ്ഥ. അതുകൊണ്ട് കർദമൻ പറഞ്ഞു, ദേവി ഒരു തടാകം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദേവി പോയി ഒന്ന് കുളിച്ചോളൂ. ദേവി ആ തടാകത്തിൽ പോയി ഒന്ന് മുങ്ങിയതും ദേവി നല്ല കട്ട ശരീരം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളൊരു ശരീരവും സൗന്ദര്യമുള്ളൊരു ശരീരവും. അങ്ങനെ ഒരു തടാകമുണ്ടത്രേ. പാലക്കാട് ജില്ലയിലല്ല, അങ്ങനെ ഒരു തടാകമുണ്ട്. ആ തടാകം എവിടെയാണെന്ന് വ്യാസഭഗവാൻ എഴുതി വച്ചില്ല. എന്തായിരിക്കും കാരണം? കാരണം 99 വയസ്സുള്ള മുത്തശ്ശി ചിലപ്പോൾ എണീറ്റിട്ട് പറയും, എനിക്കൊന്ന് മുങ്ങിയിട്ട് വരാമായിരുന്നു എന്ന്. കാരണം അതാണ്, അത് വ്യാസഭഗവാൻ അറിയാം. ചിലപ്പോൾ നമുക്ക് അതിനോടൊക്കെ ഒരു താല്പര്യം വരുന്നു. അപ്പം അങ്ങനെ ദേവഹൂതി യൗവനയുക്തയായി. ആ ദേവഹൂതിയിൽ അദ്ദേഹത്തിന് 9 പെൺകുട്ടികളുണ്ടായി. എത്ര?
അതിൽ 7 പേരെ സപ്തർഷികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, ഒരാളെ വസിഷ്ഠർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, അരുന്ധതി ദേവിയെ, ഒരാളെ ധർമ്മമൂർത്തിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, അതായത് ഭർത്താവ് പറഞ്ഞു, ദേവി എനിക്ക് തപസ്സിലേക്ക് തിരിച്ചു പോകണം, ദാമ്പത്യ ജീവിതം എനിക്ക് മതിയായി, എന്നെ പറഞ്ഞയക്കണം ദേവി എന്ന്. അപ്പോൾ ദേവി പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കാൻ ഒരു പുത്രനെ കൂടി തന്നെ അനുഗ്രഹിച്ചിട്ട് അങ്ങ് പോകണമെന്ന്. അങ്ങനെ ദേവിക്ക് ചില വ്രതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പയോവ്രതം പോലുള്ള വ്രതങ്ങൾ. അതനുഷ്ഠിച്ച ദേവിയിൽ ആ കർദമൻ തൻ്റെ ബീജം പകർന്നു കൊടുത്ത്, അങ്ങനെ ദേവഹൂതിയിൽ കർദമ പ്രജാപതിക്ക് ഉണ്ടായ പുത്രനാണ് ഭാരതത്തിൻ്റെ ഭാഗധേയം മാറ്റിമറച്ച, നമ്മുടെ ഹിന്ദു മതത്തിന് സാംഖ്യയോഗം എന്നൊരടിസ്ഥാന ശാസ്ത്രം തന്ന് അനുഗ്രഹിച്ച കപിലവാസുദേവൻ. അങ്ങനെ കപിലവാസുദേവൻ്റെ ജന്മം കൊണ്ട് ഭാരതം ധന്യമായി. ദേവഹൂതിയുടെ പുത്രനായിരുന്നു കപിലവാസുദേവൻ. അച്ഛൻ തപസ്സിന് പോയി, അമ്മയും മകനും മാത്രമായി. അപ്പോൾ ഒരു ദിവസം അമ്മ ദേവഹൂതി തൻ്റെ പുത്രനായ കപിലൻ വളർന്നു. കപിലനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പുത്രൻ അവിടുന്ന് ഒരു ഗുരുസ്ഥാനീയനാണ്. കാരണം അങ്ങയുടെ ആ ധ്യാനവും അങ്ങയുടെ ജപവും അങ്ങയുടെ അറിവും വെച്ച് നോക്കുമ്പോൾ ഈ അമ്മ വെറും ഒരു ശിശുവാണ്. അമ്മയെ ഒരു ശിഷ്യയായി കണ്ടിട്ട് അമ്മയ്ക്കും മനസ്സിനൊരു മനോബലവും ശക്തിയും സന്തോഷവും കിട്ടാൻ അമ്മയ്ക്കൊന്ന് വഴി കാണിച്ചു തരണം. സ്വന്തം പുത്രൻ്റെ മുന്നിൽ, സ്വന്തം മകൻ്റെ മുന്നിൽ ഒരു ശിഷ്യയുടെ ഭാവത്തിലിരുന്നു കൊണ്ട് തന്നെ ഒന്ന് ഉയർത്താൻ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ദേവഹൂതി മാതാവിന് പുത്രനായ കപില ഭഗവാൻ അറിവിൻ്റെ വെളിച്ചം പകരുന്നതാണ് ഭാഗവതത്തിലെ അതിസുന്ദരമായ കാപിലയോപാഖ്യാനം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.